ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണ്ണമിട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മ, നിങ്ങളുടെ നാട്ടിലെ ഒരു പാവപ്പെട്ട രോഗിക്ക് വേണ്ടി പടച്ചവനെ നിനക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ കഴിഞ്ഞ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? പേര് വിളിച്ചു പറയൂല, നീ ആരാണെന്ന് എല്ലാവരെയും നോക്കെന്ന് പറഞ്ഞ് കാണിക്കൂല. അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നീ മരിക്കുന്ന സമയത്ത് കണ്ണിന്റെ മുമ്പിൽ കാണിച്ചു തരികയാ, വഅബ്ശിറൂ ബിൽ ജന്നാ, സ്വർഗം ഇങ്ങനെ കാണിച്ചു തരും പെങ്ങള്. സ്വർഗം കണ്ടിട്ട് മരിക്കാനെ എന്തെല്ലാം രോഗങ്ങളാണോ അതാ എന്റെ പള്ളിയുടെ പരിസരത്ത് ഈരാറ്റുപെട്ടയോ കാഞ്ഞരപ്പള്ളിയിലോ ഉള്ള ഒരു സഹോദരന് പൊട്ടിക്കിടന്നുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ എനിക്കും മഞ്ഞപ്പിത്തമാണ്, 8.5 മാസമായി ഞാൻ റൂമിന്റെ അകത്ത് ഒറ്റയ്ക്കാ, മരുന്ന് കഴിച്ചിട്ട് രോഗം മാറുന്നില്ല ഉസ്താദേ, ഞാൻ പടരുന്നത് കാരണം എന്നെ റൂമിന്റെ അകത്ത് അടച്ചിട്ടിരിക്കുകയാണ്. റബ്ബേ ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരങ്ങളോട് പറയുകയാണ്, പലരും രോഗം പിടിച്ച് കിടക്കുന്നുണ്ടോ, എഴുന്നേക്കാൻ പറ്റാതെ നടക്കാൻ പറ്റാതെ കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തുന്ന പാവപ്പെട്ട രോഗികളുണ്ടോ. അവരുടെ സങ്കടം നമുക്കറിയാനിട്ടാ, അവരുടെ പ്രയാസം നമുക്കറിയാനിട്ടാ. പടച്ചവനെ എഴുന്നേക്കാൻ പോലും കഴിയാതെ കിടന്നവരുടെ ശരീരത്തിന്റെ പുറം ഭാഗത്തെ തൊലികൾ പോലും പൊട്ടിയ ഉപ്പമാരുണ്ടോ. അങ്ങനെയുള്ള രോഗികൾക്ക് നീ ശിവ കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് ഈ മജ്‌ലിസിലിരിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങളിൽ ആർക്കെങ്കിലും കഴിയുമോ പടച്ചവനെ, ഒരുപാട് കാരുണ്യ പ്രവർത്തനം നടത്തുന്നവരാണല്ലോ, അങ്ങനെ എഴുന്നേറ്റും പുറത്തു വന്ന് ബാത്റൂമിൽ പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്നവർക്കൊരു വീൽചെയർ സഹായമല്ലേ. വീടിനകത്ത് കിടക്കുന്ന ബെഡിനകത്ത് കിടന്നിട്ട് പുറത്തെ തൊലിയൊക്കെ പൊട്ടിപ്പോകുന്നല്ലോ. ഒരു ബെഡ് വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങളിൽ ആർക്കാ കഴിയുന്നത്? ഓക്സിജൻ സിലിണ്ടർ വേണമല്ലോ. ശ്വാസം മുട്ടല് ചെറുപ്പക്കാരാ, ഒരു നിമിഷമൊന്ന് അല്ലാ, ഒരു നിമിഷമൊന്ന് ശ്വാസം മുട്ടിയ എന്തൊരു പ്രയാസമാണെന്നറിയോ. ഈ തണുപ്പത്ത് അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നിങ്ങളുടെ